പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന വിചിന്തനത്തിൽ 1 പത്രോസ് 4-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. ക്രിസ്തീയ സഹനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിങ്ങൾ നിന്ദിക്കപ്പെട്ടാൽ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. ഈ വചന വിചിന്തനത്തിൽ ഇന്ന് പത്രോസ്ലീഹ നമ്മോട് പറയുകയാണ് സഹനത്തെക്കുറിച്ച്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിലെ 5 ചെറിയ അധ്യായം മാത്രമാണുള്ളത്. അതിലെ വിജാതിയോടുള്ള കടമ, അധികാരികളോടുള്ള കടമ, യജമാനന്മാരോടുള്ള കടമ, ദമ്പതിമാരുടെ കടമ, സഹോദരരുടെ കടമ, അങ്ങനെ കടമകളെ കുറിച്ചാണ് കൂടുതലും പ്രതിപാദിക്കുന്നത്. പീഡനത്തോട് നമ്മുടെ സമീപനത്തെക്കുറിച്ചും ദൈവകൃപയുടെ കാര്യങ്ങളെക്കുറിച്ചും ക്രിസ്തീയ സഹനത്തെക്കുറിച്ചും ഈ ചെറിയ അധ്യായങ്ങളിലെ പ്രതിപാദിക്കുന്നുണ്ട്. നാം ഇവിടെ വായിച്ചു കേട്ട 4-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളിലെ ആ സഹനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നാമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അഗ്നിപരീക്ഷകളിലൂടെയാണ് കടന്നു പോകുന്നത്. നാം ചില സഹനങ്ങൾ നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണെന്നാണ് ചിന്തിക്കുന്നത് എങ്കിലും നമുക്ക് സഹിക്കാവുന്ന സഹനങ്ങളാണ് കർത്താവ് നൽകുക. നമ്മെ പരിശോധിക്കാനായി ചില പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നാം പരിഭ്രമിക്കരുത് എന്ന് പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരുന്നതിൽ സന്തോഷിക്കുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുകയാണ്. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും എന്ന ഒരു സന്തോഷകരമായ കാര്യം കൂടി സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ശക്തരാക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.